കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. ഇത് അതുപോലെ ഒരു കുഞ്ഞി ജാർ എടുത്തിട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, കുഞ്ഞു കണ്ട ഇഞ്ചി, മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷാക്കി എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷാക്കാം. ഞാൻ അത് സ്കിപ്പായി പോയിട്ടുണ്ട് അടിക്കുന്നത്. ഈ ചമ്മന്തി ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് എഗ്ഗിൻ്റെ യെല്ലോ കളറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കാം. യെല്ലോ ഫുൾ അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ എഗ് എടുത്തിട്ട് ഫില്ലിങ് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. അതുപോലെ നല്ല റെഡി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് എല്ലാം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ നല്ല സെറ്റാക്കി എടുക്കാം. ഇത് ഞാൻ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒക്കെ സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബാറ്റർ തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീർ മുളക് പൊടി ആട്ടോ ഇവിടെ ഇട്ടിങ്ങനെ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു തിങ്ങ് പരുവാക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി. ഇതൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് ഇതുപോലെ ഇട്ടെടുത്തിട്ട് പൊരിച്ചെടുത്തോളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, റെഡി, നമ്മളെ സംഭവം റെഡി. മുട്ട ചമ്മന്തി റെഡി ഗൈസ്. ഞാൻ അടിപൊളി നിങ്ങൾ കഴിച്ചോളി. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല.